കൂട്ടുകാരെ, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും, അതായത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളും എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ അങ്ങനെയല്ല. എല്ലാവരും നല്ലവരല്ല. ചിലർ ചതിയന്മാരായിട്ടുള്ള ആളുകളുണ്ടാകും. ഇത്തരക്കാരായ കുടുംബാംഗങ്ങളുള്ളവർ അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കിയാലോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ ആരാണ്? അതെ, അതുതന്നെ കുടുംബം. പക്ഷേ ചിലപ്പോൾ അതേ കുടുംബത്തിനുള്ളിൽ തന്നെ ചതിയന്മാരായിട്ടുള്ള ആളുകളുണ്ടാകും. അവർ തുറന്ന വൈരികളായി വരില്ല. പകരം പുഞ്ചിരിയോടെ സ്നേഹത്തിൻ്റെ മുഖം ധരിച്ച് നമ്മൾ നിശബ്ദരായി വേദനിപ്പിക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനായി നോക്കാം. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം ഇത്തരക്കാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന്, നമുക്ക് അവരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചതിയന്മാരെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മുമ്പിൽ സ്നേഹം, പിന്നിൽ വേറൊരു മുഖമാണ് ഇവർക്ക്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയും. ഒരിക്കൽ കേട്ടാലോ 2 തവണ കണ്ടാലോ ഇത് യാദൃച്ഛികമല്ല, അതൊരു പാറ്റേണാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ ഉപയോഗിക്കുന്നവരാണവർ. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറയുകയോ നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യും. യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ അത് ഒരിക്കലും പുറത്തു പോകില്ല. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷമില്ലാത്തവരാണ് അവർ. നിങ്ങൾ വളരുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നും. അതൊക്കെ ഭാഗ്യം കൊണ്ടാണ്, അത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വളർച്ചയെ കുറച്ചു കാണിക്കും. ഇത് അവരുടെ അസൂയയുടെ സൂചനയാണ്. എപ്പോഴും നിങ്ങളെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴല്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കും. ഇത് ബന്ധമല്ല, ഇത് വളരെ നീചമായിട്ടുള്ള ഒരുതരം ഉപയോഗപ്പെടുത്തലാണ്. വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരാളുടെ വാക്ക് മറ്റൊരാളോട് പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാക്കും. ഇത്തരക്കാർക്ക് സമാധാനം വേണ്ട, ഡ്രാമയാണ് ഇഷ്ടം. മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നവർ ഇത്തരക്കാരാണ്. നിങ്ങൾക്ക് കുറ്റബോധമുണ്ടാക്കും. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ പറഞ്ഞ് നമ്മളെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇത്തരക്കാരെ എങ്ങനെ ഒഴിവാക്കാം? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രം പോരാ, നമ്മൾ സ്വയം സംരക്ഷിക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിരുകൾ നിശ്ചയിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലിമിറ്റ് വേണം. ആവശ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇതുവരെ വന്നാൽ മതി, ഇതിനപ്പുറത്തേക്കുള്ള കടക്കൽ വേണ്ട എന്ന് നിർബന്ധമായിട്ടും ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അത് മറ്റുള്ളവർക്ക് വേദനയായി തോന്നിയാൽ തന്നെയും നമ്മളത് ഇന്ന് ഉറച്ചു നിൽക്കണം. ഇവിടെ വരെ മാത്രം, ഇതിനു മുമ്പിൽ ഇല്ല, അത് തുറന്നു പറയേണ്ടതില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അത് കാണിക്കണം. എല്ലാം പങ്കിടരുത്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ വിശ്വാസമില്ലാത്തവരോട് കുറച്ച് സംസാരിക്കുക, കൂടുതൽ ഒബ്സർവ് ചെയ്യുക, അവരുമായിട്ട് ദൂരമുണ്ടാക്കുക. ഒരാളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. കുടുംബം തന്നെയാണല്ലോ. പക്ഷേ അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കാം. അൺനെസസറി കോൾസ്, ചാറ്റ്, മീറ്റിങ്സ് എന്നിവയെല്ലാം അവോയ്ഡ് ചെയ്യണം. മനസ്സ് ശക്തമാക്കണം. അവർ പറയുന്ന എല്ലാ വാക്കുകളും ഹൃദയത്തിൽ നമ്മൾ എടുക്കേണ്ടതില്ല. ഇതവരുടെ സ്വഭാവമാണ്. അവർക്ക് സംഭവിച്ചത് എൻ്റെ വിലയല്ല എന്ന് ഓർക്കുക. പോസിറ്റീവ് ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നിൽക്കുക. നിങ്ങളുടെ എനർജി നശിപ്പിക്കുന്നവരെ ഒഴിവാക്കുക. ഒരു ദയം കാണിക്കരുത്. സ്വയം വിലമതിക്കുക. എല്ലാത്തിനും വിലപ്പെട്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ തന്നെ വിലമതിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അവസാനമായി ഒരു ഉപദേശം, ചതിയന്മാർ എന്നും പുറത്തുള്ളവർ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ബന്ധം എന്നത് രക്തബന്ധം മാത്രമല്ല, അത് മനസ്സിൻ്റെ ബന്ധമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ വിട്ടുനിൽക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അത് രക്ഷയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ. അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനുള്ള ഒരു സുരക്ഷയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ശ്രദ്ധിക്കുക ഇത്തരക്കാരെ. അവർക്ക് അതിരുകൾ നിശ്ചയിക്കുക, സ്വയം സംരക്ഷിക്കുക. കാരണം നിങ്ങളുടെ സമാധാനമാണ് ഏറ്റവും വലുത്. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്.